എല്ലാവർക്കും മാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഇവിടെ 1 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. അതിന് 3 സവോള, അത്യാവശ്യം കുറച്ച് വലുപ്പമുള്ളൂ, പിന്നെ കുറച്ച് ചുവന്നുള്ളി. അത് നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ കറി വെക്കും. പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ഇതെല്ലാം കൂടി വറുക്കും. മുളക് ഇങ്ങനെ അയച്ചു നോക്കട്ടെ. പച്ചമുളക് അങ്ങനെ അരിഞ്ഞത്. ഇനി നമുക്ക് ഇത് എല്ലാം കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാം. ഈ പൊടി എല്ലാം കൂടിയിട്ട് ചെറുതായിട്ട് വറുത്തെടുക്കാം. ഇതാക്കി നല്ല ഒരു ടേസ്റ്റൊക്കെ വരും. ഇതുണ്ടല്ലോ ഗരം മസാല ഇടില്ല, അത് ലാസ്റ്റ് ഇടുള്ളൂ. ഇട്ടാൽ അതിൻ്റെ മണം അതിൽ ലാസ്റ്റ് ഇടാൻ പറ്റുമല്ലോ, ഇടാൻ പറ്റില്ല. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇനി ഗ്യാസ് ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഗരം മസാല ഇട്ട് കൊടുക്കാം. അധികം നല്ല മണം പോവാണ്. നല്ല മണം ഉണ്ട് കേട്ടോ. എന്താ ചെയ്യണത്? ഈ പൊടിനെ നമുക്ക് ഒന്ന് മിക്സിയിലിട്ട് ചെറുതായിട്ടൊന്ന് കറക്കിയെടുക്കാം. അപ്പോൾ കറക്കി ഉപ്പും അങ്ങനെ വെള്ളം വിട്ട് നിൽക്കൂല. അങ്ങനെയൊക്കെ ഞാൻ വീട്ടിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇത്രയും വെള്ളത്തിൽ ഒന്ന് കറക്കിയെടുക്കാം. ഓക്കെ. അപ്പം സെറ്റ് വേണം. ഇനി ഇത് അടപ്പത്ത് ഇതൊക്കെ വാട്ടി കഴിയുമ്പോൾ ഇപ്പം എല്ലാം റെഡി ആയി കഴിഞ്ഞു. ചതച്ചു വെട്ടി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ എണ്ണ വയ്ക്കാൻ പോകാം. നമുക്ക് വെളിച്ചെണ്ണ വയ്ക്കാം. സവോള ഇത് ഇളക്കണോല്ലേ? കുറച്ച് നേരം. തുള്ളി തുള്ളി ചുവന്നുള്ളി ചതച്ചത്. ചുവന്നുള്ളി നമുക്കൊന്ന് കുറച്ച് നേരം മിക്സ് ചെയ്യാം. മിക്സ് ചെയ്യല്ലേ? ഇപ്പോൾ നമ്മൾ കുറച്ച് ഉപ്പല്ലേ? കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ സവോള വേഗം വാടി കിട്ടും. അതായിരുന്നു നമ്മൾ തക്കാളി അരിയണം. ഒരു തക്കാളി നമ്മളിടണം. ഒരു തക്കാളി മാത്രം മതി. അതവിടെ നിന്നാവും. അപ്പോൾ നമ്മൾ തക്കാളി അരിയാം. തക്കാളി അരിഞ്ഞിരിക്കും. തക്കാളി അരിഞ്ഞ് കഴിഞ്ഞു. ഒരുവിധം പാകമായി. പച്ചമുളക്, ഇഞ്ചി കൊടുക്കാം. അതോടൊപ്പം കുറച്ച് കറിവേപ്പില ഇടാം. ഇത് ഒന്നുകൂടി നന്നായി വഴറ്റി കഴിഞ്ഞിട്ട് തക്കാളി കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാ മസാലയും കൂടെ പാകം ആയിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് തക്കാളി എടുത്തിട്ട് തക്കാളി വഴറ്റിട്ട് പിന്നെ മാറ്റി. ഒരു ലേശം ഗരം മസാലയും കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. തക്കാളി വണ്ടി മിക്സിയിട്ട്
ഇത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ബീഫ് ഇപ്പം നമ്മൾ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇട്ട് ഇളക്കി നമ്മളുപ്പ് ആ സവോള വട്ടിയിലിട്ട ഉപ്പാണ്. ഇനി നമുക്ക് കറി വെന്ത് കഴിഞ്ഞിട്ട് നോക്കിയിട്ട് ഇട്ടാൽ മതി ഉപ്പ്. അത് തന്നെ പാകത്തിനുണ്ടാവും. ആവശ്യക്കാർക്ക് ഇടാം. ഉപ്പ് മുളക് എരിവൊക്കെ കൂടുതൽ വേണമെങ്കിലൊക്കെ ഇടാം. ഇതിൽ നന്നായി മസാല ഒക്കെ പിടിച്ച് ശരിയാക്കിയിട്ടാണ് തീയിടുന്നത്. ഇനി നമുക്ക് കുക്കറിലിട്ട് എത്ര വിസിൽ വേണം? ഇതിനൊരു 4-5 വിസിൽ. 4-5 വിസിൽ മതി. എന്താണ് വിസിൽ വരുന്നത്? നമ്മുടെ ബീഫ് കറി റെഡിയായി. പിന്നെ കറി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ല കറി ആയിട്ടുണ്ട്. അപ്പോൾ അത് അങ്ങനെ ചോറിന് വേണമെങ്കിലും കൂട്ടാം, അപ്പത്തിനും പൊറോട്ടക്ക് ചപ്പാത്തി പത്തിരിയൊക്കെ എല്ലാത്തിനും കഴിക്കാം കേട്ടോ. നല്ല കറിയാണ്, ടേസ്റ്റായ കറിയാണ്. അപ്പോൾ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഇതേപോലെ കറി വെക്കുക. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.